ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യലായിട്ടുള്ള 2 DIY ആയിട്ടാണ്. ഇത് ഭയങ്കര കൂൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് ആണ്. ഭയങ്കര എളുപ്പമായിട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വണ്ണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെസ്സേജ് ഡയറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് A4 ഷീറ്റ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 10x15 സൈസിലാട്ടോ ഇത് കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിൽ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കാർട്ടൂൺ പിക്സ് ആണ്. അതാവുമ്പോൾ കുട്ടികൾക്കൊക്കെ എളുപ്പമാവുമല്ലോ ചെയ്തെടുക്കാൻ, വരയ്ക്കാനൊക്കെ ഭയങ്കര സിമ്പിളാവും. കാർട്ടൂൺ പിക്സ് ആവുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മെമ്മറീസ്, കോഡ്സ്, മെസ്സേജസും വിഷസും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വായിക്കുന്ന ആൾക്ക് ഭയങ്കര സൂപ്പറായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇവയുടെ ഹെഡ്സായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബട്ടൺസാണ്. അപ്പോൾ ഞാനിത് ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. ഗമ്മ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഇത് യൂസ് ചെയ്തതന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ബട്ടൺസിന് പകരം നമുക്ക് സ്റ്റോൺസോ ബീഡ്സോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കളർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നു, ഒന്ന് ഭംഗി കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പം തന്നെ ലൈക്കും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിപ്പിക്കണം അവരെയും കൊണ്ട്. അതുപോലെ തന്നെ ട്രൈഡ് പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം പറ്റുകയാണെങ്കിൽ. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും എബൌട്ടിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് വണ്ണ് നമ്മളുടെ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് വണ്ണ് വന്നിട്ട് നമ്മുടെ ഫാദറും 2 മക്കളും നിൽക്കുന്ന ഒരു കാർട്ടൂൺ പിക്കാണ്. അതിന് ഞാൻ ബട്ടൺസ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ചെറിയ കോഡ്സ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. നല്ല ഭംഗിയില്ലേ കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് കളർ ചെയ്തെടുക്കാം കേട്ടോ. സാധാ സ്കെച്ച് പെൻ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പേജസും അങ്ങനെ ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തെടുത്തതാണ്. അതുപോലെ ഇതൊരു ഓൾ ഫാമിലി ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മുടെ അകത്ത് ബൈൻഡ് ചെയ്യാനുള്ള പേപ്പേഴ്സൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കവർ പേജിന് നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസ് എടുക്കുമ്പോൾ നമ്മൾ അകത്തെടുത്ത പേപ്പേഴ്സിനേക്കാൾ ഒരു പൊടിക്ക് സൈസ് കൂട്ടിയെടുത്തോളണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് പോപ്സിക്കിൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഈ പോപ്സിക്കിൾ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാനിത് യൂസ് ആക്കിയെന്നേ ഉള്ളൂ. ഈ പോപ്സിക്കിളിൻ്റെ പോർഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പോർഷൻ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്ന് ഉണങ്ങിയതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. ഇപ്പം ഞാനൊരു ലൈറ്റ് ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡുമാണ്. ഇത് രണ്ടും ഷിമ്മർ ഷെയ്ഡ്സാണ്. നല്ല ഗ്ലൈസിങ് ഉണ്ടാവും. മിക്സ് ചെയ്തിട്ടൊന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ കാർഡ്ബോർഡ് ആണെങ്കിൽ ഇങ്ങനത്തെ ഈ കളർ മാറി കൊടുക്കുക, അതായത് പോപ്സിക്കിൾ യൂസ് ആക്കാതെ. ഇനി ഇതൊക്കെ ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി ഇതിൻ്റെ കവർ ഒന്നും കൂടി ഒന്ന് അടിപൊളിയാക്കാൻ ഒരു സൂപ്പർ ഹീറോനെ ഞാൻ വരയ്ക്കുന്നുണ്ട്. മൊത്തത്തിൽ കാർട്ടൂൺ പിക്ക് ആയതുകൊണ്ട് നമ്മുടെ സൂപ്പർ ഹീറോ ഇങ്ങനെയാണ്. കാരണം എല്ലാവരുടെ മനസ്സിലും നമ്മുടെ അച്ഛന്മാർ അല്ലെങ്കിൽ ഉപ്പന്മാരൊക്കെ സൂപ്പർ ഹീറോസ് അല്ലേ. അപ്പം ഞാനിത് സൂപ്പർ ഹീറോനെ വരച്ചതാണ്. കാർട്ടൂൺ ആട്ടോ, കുട്ടികൾക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം യൂസ് ചെയ്യുന്നതും ഷിമ്മർ ഷെയ്ഡ്സ് തന്നെ കേട്ടോ. ഇങ്ങനെ കവർ പേജൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് സൂപ്പർ ഡാഡ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളുടെ സൂപ്പർ ഹീറോക്ക് ഒരു ഹെഡ് കൊടുക്കണ്ടേ. അപ്പോൾ ഞാനൊരു ബിഗ് സ്റ്റോണാണ് ഇവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. ഒരു ഭംഗി ആയിക്കോട്ടെ വിചാരിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡയറി ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. ഇത് ബൈൻഡിങ് വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ ജസ്റ്റ് അങ്ങ് സ്റ്റിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. പേപ്പേഴ്സ് അങ്ങ് യോജിപ്പിച്ച് ഗം അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ പേജായിട്ട് ഇതിനെ അങ്ങ് യോജിപ്പിക്കാം. അത് നമ്മൾ സെയിം സംഭവം തന്നെ കേട്ടോ. ഗം അപ്ലൈ ചെയ്യുക, അങ്ങ് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഡയറിയുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഫിനിഷിങ് ടച്ചാണ്. അപ്പോൾ ഒന്നുകൂടി ഭംഗി കൂട്ടാൻ ഞാനൊരു ജസ്റ്റ് ഒരു ത്രെഡ് വെച്ചിട്ടൊരു ബോ പോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളത് ഗിഫ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ ഒന്നും കൂടി ഭംഗി ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ എൻ്റെ സൈഡ്സിലൊക്കെ ഒരു 2-3 ബീഡ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര കൂൾ ആൻഡ് സ്വീറ്റാണ്. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കിട്ടുന്ന ആൾക്ക്. ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് വണ്ണ് ഒരു കാർഡാണ്. ഇത് നമ്മളുടെ ഫസ്റ്റ് ചെയ്തതിനേക്കാൾ വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റും കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു A4 സൈസ് പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കി അതിൽ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കാർഡായല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു സ്കിന്നി ടൈപ്പ് കളർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ കാർഡിൻ്റെ ഉൾവശത്തും ഈ സെയിം കളറായി ഫുള്ളായിട്ട് ഞാൻ ചൂസ് ചെയ്തേക്കുന്നു കേട്ടോ. ബാക്കി ഫിംഗേഴ്സിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്കാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. കളേഴ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഏതാച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി ഞാൻ വലിയൊരു കൊമ്പൻ മീശ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ 2 ഐസ്, അത് നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ ഗ്ലിറ്റർ നമ്മുടെ ഫോം പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ജസ്റ്റ് സർക്കിൾ വരച്ചിട്ട് സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഇട്ടാൽ നമ്മൾ കണ്ണൊക്കെയാണ്. പിന്നെ ഒരു ബോയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ കാർഡിൻ്റെ ഓക്കെ ആയി.
പിന്നെ അകത്ത് ജസ്റ്റ് നമുക്ക് വിഷസ് കൊടുക്കാം. ഞാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ. ഭയങ്കര കൂൾ ആൻഡ് ഈസി കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് രണ്ടും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.